forget to mark your attendance, then take your textbook. Page number 110. 110. What I do, we are discussed in our previous class. Okay. Anviയുടെ range issue solve ആയോ മോളെ? Okay. Okay, then listen. Take the page number 110, 110. What I do. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? What are you doing? In the morning, after school, at night. These three are discussed in our previous class. ഇത് മൂന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് അല്ലേ? എന്താണ്? What I do when you come back, when you are in the morning and after school, when you come back after school and at night. നിങ്ങളോട് ഇത് മിസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ രണ്ട് പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ആദ്യം ഇൻ ദ മോർണിംഗ്. വാട്ട് വിൽ യു ഡു ഇൻ ദ മോർണിംഗ്? ബ്രഷ് ചെയ്യുന്ന പിക്ചർ ഉണ്ട്. പിന്നെ എന്താണ്? ഒരു കുട്ടി പ്ലേ ചെയ്യുന്നുമുണ്ട് അല്ലേ? വാട്ട് വിൽ യു ഡു ഇൻ ദ മോർണിംഗ്? ബ്രഷ് യുവർ ടീത്ത്. സോ ടിക്ക് ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ ചിത്രത്തിന്റെ അവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ എന്ത് ചെയ്യാ? ടിക്ക് ചെയ്യാണ് വേണ്ടത് അല്ലേ? എന്താണ് നമ്മൾ രാവിലെ എണീറ്റാ ചെയ്യാ എന്നാ ചോദിച്ചിട്ടുള്ളത്? എന്താ ചെയ്യാ? ബ്രഷ് അവർ ടീത്ത് ഇൻ ദ മോർണിംഗ്. സോ ടിക്ക് ഹിയർ ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഓക്കെ. രണ്ടാമത്തെ ചിത്രത്തിന്റെ അവിടെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഷോ മീ യുവർ തംബ്. ഓക്കെ ഓക്കെ ഗുഡ്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. ചെയ്യാത്തവർ എന്ത് ചെയ്യാം? ടിക്ക് ദ സെക്കൻഡ് പിക്ചർ. ഇൻ ദ മോർണിംഗ് വി ബ്രഷ് അവർ ടീത്ത്. രാവിലെ എന്താ ചെയ്യാ? പല്ല് തേക്കും അല്ലേ? സോ രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യും? നമ്മള് പല്ല് തേക്കും അല്ലേ? പല്ല് തേക്കാതെ നമ്മൾ കളിക്കാനൊന്നും പോവാറില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ബ്രഷ് അവർ ടീത്ത് എന്നുള്ള അവിടെ ടിക്ക് ചെയ്യാം. അപ്പൊ മുഹമ്മദ് സഹൽ വാട്ട് ആർ യു ഡൂയിങ് there? Look at me and listen here. Okay. Then നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഈ പിക്ചറിൽ ടിക്ക് ചെയ്യാം. Then next one, after school, what are you doing? You come back from school to home. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? എന്താ ചെയ്യാ അൻവി? സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ അതിൽ ഏത് പിക്ചറിലാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് പിക്ചർ. ഫുഡ് കഴിക്കും അല്ലേ? Okay. When we come back from school to home, we eat food. Okay. നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ? പിന്നെ ഇതെന്താണ്? രാത്രിയാണ് അല്ലേ? രാത്രി ഉറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? Go to bed. And first one, eat food. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും അല്ലേ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത് അല്ലേ? നെക്സ്റ്റ് ഇയറിൽ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ എന്താണ്? വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴേക്കും അമ്മമാര് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ടാവും അല്ലേ? കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും അല്ലേ? സോ ടിക്ക് ദ ഫസ്റ്റ് പിക്ചർ. ഓക്കെ. ആഫ്റ്റർ സ്കൂൾ വി ate food. Okay. Then third, at night. At night, what you do at night? Go to school or go to bed? രാത്രിയിൽ എന്താ ചെയ്യാ? നമ്മള് രാത്രിയിലാണോ നമ്മൾ യൂണിഫോമും ബാഗും ഒക്കെ എടുത്ത് സ്കൂളിൽ പോവാ? നോ, അല്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പിക്ചറിൽ കിടന്നുറങ്ങും അല്ലേ? അറ്റ് നൈറ്റ്. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ നമ്മൾ ടിക്ക് ചെയ്യാ. രാത്രിയിൽ ഉറങ്ങല്ലേ ചെയ്യാറ്? യെസ് ഓർ നോ? യെസ്. സോ ടിക്ക് ദ സെക്കൻഡ് പിക്ചർ. ജൂഡ് ചെയ്തോ മോനെ? ഓക്കെ. Take the second picture. At night we go to bed. അല്ലേ? കിടന്നുറങ്ങാൻ വേണ്ടി പോകും. നമ്മള് കിടന്നുറങ്ങും അല്ലേ രാത്രി? സോ ക്ലിയർ ആയല്ലോ? ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. What I do in the morning, after school and at night.
3 times a day. What will you do? This 3 times. In the morning, after school, and at night. In the morning, we brush our teeth. After school, we eat food. At night, we go to bed. Okay, clear? What will you do in the morning? What will you do in the morning, Rida Fatima? In the early morning, when we wake up, what will you do? Brush your teeth. Yes, brush your teeth. Good, very good. Brush your teeth in the morning. Then, what are you doing after school to home? Jewel Siju? എന്താ ചെയ്യാ നമ്മള് after school? When you come back after school from എന്താണ്? We eat food alle. Okay, good. Then at night, what will you do at night, Andrea, Teresijo? നമ്മള് രാത്രിയിൽ എന്താ ചെയ്യാ at night? ഉറങ്ങും അല്ലേ? We go to bed and sleep. Okay. Okay, good. Then take the next page. Next page edukka. Can you see this? It's about my family. Okay, it's about your family. Okay, do you have a family? Yes, namukokku oru family undalle. What is family? What do you mean by family? You will learn about your family in our future class, and in simple words, family is our father, mother, and grandparents, and our siblings, etc. അല്ലേ? നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും അടങ്ങുന്നതാണല്ലേ നമ്മുടെ ഗ്രാൻഡ് പാരൻസും, നമ്മുടെ പാരൻസും, നമ്മുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഉള്ളതാണല്ലേ ഫാമിലി. അപ്പൊ ആ ഫാമിലിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഫാമിലി ഉണ്ടല്ലോ അല്ലേ? ഫാമിലി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നോക്കട്ടെ, ആർക്കെങ്കിലും ഇല്ലാത്തത് ഉണ്ടോന്ന്. താനുസേ, എന്തിനാ കൈപൊക്കിയത്? എല്ലാവർക്കും ഫാമിലി ഉണ്ട് അല്ലെ? നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയനോ ചേട്ടനോ ചേച്ചിയോ കുഞ്ഞാവയോ ഒക്കെ ഉണ്ടാവും അല്ലെ വീട്ടില്. പിന്നെ ആരാണ്? ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് മിസ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, കശ്യപിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇൻ യുവർ ഫാമിലി, ഹൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി? Okay, in your family, only your father, mother, and you. Okay. So, കശ്യപിന്റെ വീട്ടിൽ എന്താണ്? ഒരു സ്മോൾ ഫാമിലി ആണ് അല്ലെ? ഫാദർ, മദർ, ആൻഡ് കശ്യപ്. അത്ര പേരെ കശ്യപിന്റെ വീട്ടിലുള്ളൂ അല്ലെ? ഇനി ആർക്കെങ്കിലും ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? പെട്ടെന്ന് ആരെങ്കിലും ഞാൻ പറയാന്ന് പറയുന്നവരുണ്ടോ നോക്കട്ടെ. ഓക്കെ, then മിസ് വിളിക്കാം. Okay, Aman Muhammad, how many members in your family? എത്ര പേരുണ്ട്? ആരൊക്കെയാ ഉള്ളത്? Father, mother, Okay. Grandfather, Okay. grandmother, sisters. Okay. നമ്മുടെ അമ്മാന്റെ ഫാമിലിയില് പാരൻസ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ പാരൻസ് ഉണ്ട്, ആൻഡ് സിസ്റ്റേഴ്സ്. Okay. Then Adijit, how many members in your family? Adijit, and who are they? Father, mother. Okay, father, mother. Okay. Adijitന്റെ ഫാമിലിയില് ഫാദർ, മദർ, പിന്നെ ആരാണ്? ബ്രദർ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, അപ്പൊ അദിജിത്തിന്റെ ഫാമിലിയിലും ആരാണ്? ഫാദറും മദർ ഒക്കെയാണ് ഉള്ളത് അല്ലേ? ഇനിയിപ്പോ വൈഷ്ണവ് KP,
how many members in your family? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എത്ര പേരാ ഉള്ളത്? എന്താണ് വൈഷ്ണവ്? പറയൂ മോനെ. I can't hear you. Okay. Mother. Okay. Mother. Okay. Brother. Okay. Father, mother, and brother. Okay. Then Jude, how many members in your family? Grandfather. Grandfather. Grandmother. Grandmother. Father. Father. Mother. Mother. Sister. Sister. Okay. Grandparents, parents, sister, and Jude. അത്രയും പേരാണ് ജൂഡിന്റെ ഫാമിലിയിൽ ഉള്ളത് അല്ലേ? സോ അപ്പൊ നമ്മള് നമ്മുടെ ഈ ഫാമിലിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ look at this page. Paste pictures. In our first class and our previous class, we are paste your picture in your first portion about you. This is me എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ? അതില് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഫോട്ടോ ഇല്ലാത്തവർ വരച്ച് ചേർക്കാനൊക്കെ പറഞ്ഞു. Then this is about your family. First we studied about you and this is about your family. ആദ്യം നമ്മൾ നിങ്ങളെ കുറിച്ചാ പഠിച്ചത്, ഓരോരുത്തരെ കുറിച്ചും. എൻ്റെ പേര്, എൻ്റെ വീട്, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? അപ്പൊ നമ്മള് നമ്മുടെ ഫോട്ടോയും അവിടെ വരച്ചു ചേർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ ഉള്ളവര് നല്ല ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് മിസ്സിന് സെൻഡ് ചെയ്തൊക്കെ തന്നു. ദെൻ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ paste the photos of your family members. ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോ ആണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചു വെക്കേണ്ടത് അല്ലേ? നോക്കാം നമുക്ക്. In my family, my grandmother. So here paste the picture of your grandmother. എല്ലാവർക്കും grandmother ഉണ്ടാവും അല്ലേ? grandparents ഉണ്ടാവും നമുക്കൊക്കെ. So grandparentsന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ് ഒട്ടിക്കേണ്ടത് അല്ലേ? grandmotherന്റെ, നിങ്ങളുടെ അമ്മമ്മയുടെയും എന്താണ് ഉമ്മുമ്മയുടെയും ഒക്കെ ഫോട്ടോ ആണ് ഇവിടെ വേണ്ടത് അല്ലേ? grandmotherന്റെ ഫോട്ടോ, നിങ്ങളുടെ വീട്ടിലുള്ള grandmother. ഇനി നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും എന്താണ്, you have a grandmother. Okay, Arnav, please sit there and listen here. Okay, ഇവിടെ ശ്രദ്ധിച്ചേ മോനെ. So paste the photos of your grandmother. Okay, first you paste the photo of your grandmother. grandmotherന്റെ ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. grandmother എന്ന് വെച്ചാൽ ആരാണ്? ആരാണ് ദക്ഷിണ? grandmother എന്ന് വെച്ചാല് അമ്മമ്മ. ആ അമ്മമ്മയാണല്ലേ. ദക്ഷിണയുടെ വീട്ടില് grandmother ഉണ്ടോ? ആ എന്താ grandmotherന്റെ പേര്? ആ ഉഷമ്മയാണോ? ആണല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലുള്ള grandmotherന്റെ ഫോട്ടോ ആണ്. ഇനി grandmotherന്റെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും കയ്യിലില്ല എങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ grandmotherനെ വരച്ചു വെച്ചാലും മതി. നല്ല വൃത്തിയിൽ വരയ്ക്കണം. പക്ഷെ വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ നമ്മുടെ grandmotherനെ കാണാലോ അതില്. അപ്പൊ ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചു വെക്കുക അല്ലെ? അൻവിത PV, അൻവിത PVയുടെ വീട്ടിൽ grandmother ഇല്ലേ? ഉണ്ടോ? Yes or no? Do you have a grandmother in your home? Yes. Yes. Okay, then paste the photo of your grandmother here. Okay. അപ്പൊ grandmotherന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. കേട്ടോ മോളെ അൻവിത? Then second one, my grandfather. അല്ലേ? രണ്ടാമത് നമ്മൾ എന്താ ഒട്ടിക്കണ്ടേ? grandfatherന്റെ ഫോട്ടോ ആണല്ലേ? grandfatherന്റെ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യാം. Yandev, do you have a grandfather at your home? വീട്ടിൽ അച്ഛനുണ്ടോ Yandev? ഉണ്ടോ? ആ ഉണ്ട്. ആ ഓക്കെ ഓക്കെ, രമേശ് അച്ഛനുണ്ട് യാൻദേവിനല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ
ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ ഒട്ടിക്കേണ്ടത് അല്ലേ? ഫോട്ടോ ഇല്ലെങ്കിൽ നല്ല വൃത്തിയിൽ വരയ്ക്കുക. ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ ഉണ്ടാവണം. ആരുടെയെങ്കിലും ഫോട്ടോ ഒന്നും വരച്ചു വെക്കരുത്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോയും വരയ്ക്കുക. നമ്മുടെ ഫാമിലിയിലുള്ള നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലേ അവര്. നമ്മളെ കൂടുതൽ ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് ചോക്ലേറ്റ്സും മിഠായിയും ഒക്കെ കൊണ്ടുതരുന്നത് കൂടുതലായിട്ടും ആരായിരിക്കും? ഗ്രാൻഡ് ഫാദർ ആയിരിക്കും അല്ലേ? നിങ്ങളെയൊക്കെ നല്ലോണം സ്നേഹിക്കുന്ന, നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും ഉപ്പുപ്പയും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ അവരുടെ ഫോട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒട്ടിച്ചു വെക്കേണ്ടത് അല്ലേ? സോ ഫസ്റ്റ് പേസ്റ്റ് ദ ഫോട്ടോ ഓഫ് യുവർ ഗ്രാൻഡ് മദർ ആൻഡ് സെക്കൻഡ് ഗ്രാൻഡ് ഫാദർ. നമ്മൾക്ക് എന്താണ്? ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഉണ്ടല്ലേ? അവരെ നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് പേരൻസ്. നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ അച്ഛനും അമ്മയും ഒക്കെ അല്ലേ? അച്ഛന്റെ അമ്മയുടെയും പേരൻസ് ഉണ്ടാവും. സോ ദെൻ നെക്സ്റ്റ് ഫോട്ടോ ഓഫ് യുവർ മദർ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മൾ നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആണല്ലേ ഒട്ടിക്കേണ്ടത്. നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആണ് ഒട്ടിച്ചു വെക്കേണ്ടത് അല്ലേ തനുസേ? നമ്മൾ മൈ മദർ എന്ന് വെച്ചാൽ ആരാണ്? അമ്മ അല്ലെ? എന്റെ അമ്മ. തനുസിന്റെ വീട്ടിൽ അമ്മയില്ലേ? അമ്മയുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയുടെ ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെക്കുക അല്ലെ? നമ്മൾ ടെക്സ്റ്റ് തുറന്നു നോക്കുമ്പോ എപ്പോഴും നമുക്ക് അമ്മേനെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മമാരെ ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ആണോ? Do you love your mother? ആരും പറയുന്നില്ലല്ലോ ഇഷ്ടാണോ എന്ന്. അമ്മമാര് തല്ലാറുണ്ടോ നിങ്ങളെ? ഓക്കെ, ഇഷ്ടാണല്ലേ? ഓക്കെ, അമ്മമാര് തല്ലാറൊക്കെ ഉണ്ടോ? തല്ലൊക്കെ ചെയ്യും. എന്നാലും എന്താണ്? അമ്മമാരെ ഭയങ്കര ഇഷ്ടാണല്ലേ എല്ലാവർക്കും. സോ അമ്മയുടെ ഫോട്ടോ ആണ് ഇവിടെ ഒട്ടിക്കേണ്ടത് കേട്ടോ? സോ പേസ്റ്റ് ദ ഫോട്ടോ ഓഫ് യുവർ മദർ. മദർ എന്ന് വെച്ചാൽ ആരാണ്? അമ്മ അല്ലെ? നമ്മുടെ അമ്മ. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ, ക്ലാസ്സിൽ ഇരിക്കുമ്പോ അടുത്തിരുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുകയും ഫുഡ് വാരി തരുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ നന്നായിട്ട് നോക്കുന്നത് ആരാണ്? ആരാണ്? അമ്മയാണല്ലേ? അപ്പൊ അമ്മയോട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വഴക്ക് കൂടാനോ അമ്മേനെ അടിക്കാനോ ഇടിക്കാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല. അമ്മമാരെ നിങ്ങൾ നന്നായിട്ട് നോക്കണം അല്ലേ? നോക്കില്ലേ നിങ്ങള്? നോക്കാറുണ്ടോ അമ്മമാര്? നല്ല മക്കളാണോ നിങ്ങള്? അപ്പൊ അമ്മമാരോട് വഴക്കൊന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യണം? നല്ല മക്കളായിട്ട് ഇരിക്കാണ് വേണ്ടത് അല്ലേ? സോ ലവ് യുവർ മദർ ആൻഡ് യുവർ ഗ്രാൻഡ് പാരന്റ്സ് ഓൾസോ. സോ പേസ്റ്റ് എ പിക്ചർ ഓഫ് യുവർ മദർ. അമ്മയുടെ, അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ അമ്മയുടെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യാം. Then my father in your family. A father, you have a father. എന്താണ്? വീട്ടില് അച്ഛൻ ഉണ്ടാവും അല്ലെ? വീട്ടിലില്ല എങ്കിൽ എന്താണ്? ചിലപ്പോ പുറത്തായിരിക്കും അല്ലെ? ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും അച്ഛൻ ഉണ്ടാവുക. സോ അച്ഛനോട് എന്ത് ചെയ്യുക? അച്ഛന്റെ ഒരു ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പാരന്റ്സ് പുറത്തൊക്കെയാണ് ഫാദറൊക്കെ ഉള്ളതെങ്കിൽ അച്ഛൻ വിളിക്കുമ്പോ ഒക്കെ പറയാ, അച്ഛന്റെ ഫോട്ടോ ഒക്കെ ഞാൻ എന്റെ ടെക്സ്റ്റ് ബുക്കിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പാരന്റ്സിനോടൊക്കെ പറയാ അല്ലെ? അപ്പൊ നിങ്ങളുടെ അച്ഛന്മാർക്ക് എന്താണ്? നല്ല സന്തോഷാവില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ഫാദറിന്റെ ഫോട്ടോ, മൈ ഫാദർ, നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ ആണ് ഇവിടെ വേണ്ടത്. ഫസ്റ്റ് വൺ അമ്മയുടെ ഫോട്ടോ, ഫസ്റ്റ് വൺ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അമ്മുമ്മയും അച്ഛനുമാണ് അല്ലെ? ഗ്രാൻഡ് പാരന്റ്സ്, നമ്മുടെ പാരന്റ്സിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ. ദെൻ മൈ മദർ, മൈ ഫാദർ, അച്ഛൻ അമ്മ അല്ലെ? അമ്മ അച്ഛൻ. ആരാണ് മദർ? അമ്മയാണല്ലേ? അമ്മ. മദർ അമ്മയാണല്ലേ? സോ ഫാദർ അച്ഛൻ, ഫാദർ നമ്മുടെ അച്ഛൻ. ദെൻ മൈ ബ്രദർ, സിസ്റ്റർ, നിങ്ങളുടെ സഹോദരന്റെയോ സഹോദരി. ബ്രദർ ആരാണ്? സഹോദരൻ അല്ലേ? ഏട്ടനോ അനിയനോ ഉണ്ടാവും അല്ലെ? ചിലപ്പോ വീട്ടില് ഏട്ടനോ അനിയനോ ഉണ്ടാവില്ലേ? ചേട്ടന്മാരും അനിയന്മാരും ഉള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിയേ. എത്ര പേർക്ക് ഇതില് ചേട്ടന്മാരും അനിയന്മാരും ഉണ്ടാ? അർണവിനുണ്ട്. തനുസിന് ചേട്ടനുണ്ടോ? തനുസേ, തനുസിന് ചേച്ചിയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നിഹാരേനെ ചേട്ടനാക്കിയോ? ചേച്ചിയാണുള്ളത്. ഓക്കെ, അപ്പൊ തനുസിന് ചേച്ചിയാണുള്ളത്. പിന്നെ ആർക്ക് ചേട്ടനും അനിയനെങ്കിലും ഉണ്ടോ? നമ്മുടെ ആർണവിനുണ്ട് എന്ന് പറഞ്ഞു.
വേറെ ആരും വൈഷ്ണവ് കേൾപ്പിക്കുന്നുണ്ട്. ആലിക്ക് ചേട്ടനോ അനിയനോ അങ്ങനെ ആരോ ബ്രദർ ഉണ്ട്. മുഹമ്മദ് ഷഹലിനുണ്ടോ? ഏട്ടനോ അനിയനോ ഒക്കെ ഉണ്ടോ? ആരാ ഉള്ളത്? ഇല്ല. ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ദെൻ ആരെങ്കിലും ഒക്കെ കൈയുയർത്തുന്നുണ്ടോ? മിസ് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. മിസ് നോക്കുന്നുണ്ടേ. ദക്ഷിണ പ്രേഷ് കൈയുയർത്തിയിട്ടുണ്ട്. ആരാ ഉള്ളത് വീട്ടില്? അമ്മയുടെ വീട്ടിൽ വാഴയുണ്ട്. ആണോ? ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് വൺ എന്താണ്? നിങ്ങളുടെ ചേട്ടന്റെയോ ചേച്ചിയുടെയോ ഫോട്ടോ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പേസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? ചേട്ടനോ അനിയനോ ഉള്ളവര് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. ബേബി, ചിലപ്പോ ബേബി ഉണ്ടാവും അല്ലേ? ബേബി ബ്രദർ ഉണ്ടാവും അവിടെ, കുഞ്ഞുവാവ അനിയനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. ഇനി ചേച്ചിയോ അനിയത്തിയോ ഉള്ളവരുണ്ടാവും അല്ലേ? എത്ര പേർക്ക് ചേച്ചിയുണ്ട്? സിസ്റ്റർ, ചേച്ചിയോ അനിയത്തിയോ അങ്ങനെ ഉണ്ടോ? അൻവി രതീഷിന് ചേച്ചിയുണ്ട്. പിന്നെയോ? പിന്നെ ആർക്കും ഇല്ലേ? നിങ്ങളൊക്കെ ഒറ്റക്കൊമ്പന്മാരാണല്ലേ? ഒറ്റയ്ക്കാണോ എല്ലാരും ഉള്ളത്? ദക്ഷിത്തിന് ആരാ ഉള്ളത്? ദക്ഷിത് അനിയത്തി ഉണ്ടല്ലേ? ദക്ഷിത് ചേച്ചിയും ഉണ്ടോ? ചേച്ചിയും ഉണ്ട്, അപ്പൂട്ടനും ഉണ്ട് അല്ലേ? ഓക്കെ. ദർശിത്തിന് ആരൊക്കെയാ ഉള്ളത്? ചേട്ടനുണ്ട് അല്ലേ? ദർശിത് ആരാണ്? ചേച്ചിയാണ് അല്ലേ? ഓക്കെ. ദെൻ ജൂഡ്. ഓക്കെ. ദെൻ ഡിയോൺ. ഓക്കെ മോനെ ദർശിത്. ഓക്കെ. ഡിയോൺ ചേച്ചിയാ ഉള്ളത്. ഓക്കെ. ദെൻ അമ്മാന്റെ അടുത്ത് ആരാ ഉള്ളേ? ചേച്ചിയാണോ അനിയത്തിയാണോ? ചേച്ചി അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ നിങ്ങള് നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടന്റെയോ അനിയന്റെയോ അനിയത്തിയുടെയോ ഒക്കെ ഫോട്ടോ ഒട്ടിക്കുക. ആരും ഇല്ലാത്തവർ എന്ത് ചെയ്യാ? ആരുടെ ഫോട്ടോ ഒട്ടിക്കണ്ട. നമ്മളൊരു ചേച്ചി അനിയനെയും ഒക്കെ വാങ്ങിക്കുമ്പോ ഒട്ടിക്കാം കേട്ടോ. അപ്പൊ ആ കോളം അവിടെ ഒഴിച്ചു വിടാം. കുറെ നാള് കഴിഞ്ഞിട്ട് അനിയനൊക്കെ വാങ്ങിക്കുമ്പോ നമുക്ക് അവിടെ ഒട്ടിച്ചു വെക്കാം അല്ലേ? സോ ആരും ഇല്ലാത്തവർ ആ കോളം അവിടെ ഒഴിച്ചു വിടുക. ദെൻ ലാസ്റ്റ് വൺ, ദിസ് ഇസ് മീ. എന്താ മോളെ റിദ ഫാത്തിമ? റിദ അനിയത്തി ഉണ്ട് അല്ലേ? റിദയ്ക്ക് അനിയത്തി ഉണ്ട്. അപ്പൊ അനിയത്തിയുടെ ഫോട്ടോ അവിടെ ഒട്ടിക്കാം. ഇനി ആരും ഇല്ലാത്തവർ എന്ത് ചെയ്യാ? ഒരു ബേബിയുടെ ഫോട്ടോ അവിടെ വരച്ചു വെച്ചോട്ടോ. അപ്പൊ ആരാണ്? അച്ഛനുണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, അമ്മുമ്മയുണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട് അല്ലേ? അച്ഛനുണ്ട് വീട്ടില്, മദർ അമ്മയുണ്ട്, പിന്നെ അച്ഛനുണ്ട്, ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഉണ്ടെങ്കിൽ ഒട്ടിക്ക, ഇല്ലെങ്കിൽ വേണ്ട. ദിസ് ഇസ് മീ. ലാസ്റ്റ് ഒട്ടിക്കേണ്ടത് ആരുടെ ഫോട്ടോ ആണ്? നമ്മുടെ അല്ലേ? ഇതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടെ ഒട്ടിച്ചു വെക്കാം. എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ്സ് കിട്ടിയവര് നന്നായി ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയിൽ മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുക. മിസ് നോക്കട്ടെ കേട്ടോ. എല്ലാവരുടെയും ഗ്രാൻഡ് പാരന്റ്സിനെയും അച്ഛനെയും അമ്മേനെയും അനിയനെയും അനിയത്തിനെയും ഒക്കെ മിസ്സിന് കാണാമല്ലോ. അപ്പൊ എല്ലാവരും ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയിൽ ഒട്ടിച്ചിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് അബൌട്ട് അവർ ഫാമിലി, മൈ ഫാമിലി എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ബ്രദർ സിസ്റ്റർ ആൻഡ് പിന്നെ നമ്മളുമാണ് അല്ലേ? നമ്മുടെ വീട്ടില് അച്ഛൻ അമ്മമ്മ, അച്ഛൻ അമ്മ, ചേട്ടൻ ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ടാവും അല്ലേ? ജുവൽ സിജു, where are you going? എവിടെ പോവാണ്? എന്താ പരിപാടി? അവിടെ ഇരുന്നേ, നല്ല മോളാണേ. എവിടെ പോവാണ് ജുവൽ? എവിടെ പോകുന്നു? പെൻസിൽ എടുക്കാൻ പോയതാണോ? പെൻസിലൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എടുത്തു വെക്കണ്ടേ? ഓക്കെ, ഗുഡ് ഗേൾ ആണേ. ഓക്കെ. ദെൻ അപ്പൊ എന്ത് ചെയ്യാ?
ഇന്ന് ഇതാണ് ചെയ്യേണ്ടത് അല്ലേ? ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കളക്ട് ചെയ്യാ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യാ, മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. In your family you have a grandmother, grandfather, mother, father, brother, sister or you. Okay, അപ്പോ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ട് എന്ത് ചെയ്യാ, മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. Jude, what happened? എന്ത് പറ്റി മോനെ? Why are you crying? ഒന്നുമില്ലേ? പിന്നെ എന്താണ് ഒരു വിഷമം? കോലുമുട്ടായി പിന്നെ വാങ്ങിത്തരാം, ഇപ്പൊ ക്ലാസ് കയറും. കോലുമുട്ടായി കിട്ടാത്തതിന്റെ വിഷമാണോ? ഇപ്പൊ കോലുമുട്ടായി ഒന്നും കഴിക്കാൻ പാടില്ല. ഇപ്പൊ എന്താണ്, കോവിഡ് ഒക്കെ ആണല്ലേ, നമ്മൾ പുറത്തുനിന്ന് മുട്ടായി ഒന്നും വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കരുത് കേട്ടോ. കേട്ടോ ജൂഡ്? കോലുമിഠായി ഒക്കെ കഴിച്ചാൽ പല്ല് എന്തായി പോവും? ചീത്തയായി പോവല്ലേ? ഓക്കെ, ദെൻ ഇന്നത്തെ നമ്മുടെ ടൈം കഴിയാണ്. സോ മൈ ഫാമിലി എന്നുള്ള പേജിൽ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരുക എല്ലാവരും. ഓക്കെ, ചെയ്തിട്ടില്ലാത്തവര് നിർബന്ധമായിട്ടും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ആരെങ്കിലും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ദെൻ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, കുറെ പേര് മറന്നു പോയിട്ടുണ്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ് കട്ടാവും കേട്ടോ, 1 മിനിറ്റേ ഉള്ളൂ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് ചെയ്യുക. ഇല്ലെങ്കിൽ എന്നിട്ട് ക്ലാസ് കട്ടായി പോവുകയാണെങ്കിൽ അറ്റൻഡൻസ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നവര് മിസ്സിന് വാട്സപ്പിൽ ഒരു പ്രസന്റ് സെൻഡ് ചെയ്ത് തന്നാലും മതി. ഓക്കെ, then our time is over and see you in the next class. Tata, bye bye. Tata, see you in the next class. Okay.